പാത്രം ഒരു സർപ്രൈസ് ഉണ്ട്. കഞ്ഞി കുടിക്കാനാ? കഞ്ഞി കുടിക്കാനല്ല, നമ്മളൊരു കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. ബഹുല ഗംഭീരമായൊരു കൃഷി. അതിൻ്റെ ഗരിമയെന്ന് പറയണത് അത് പൂത്തപ്പം ഞാൻ തക്കാളിപ്പൂവിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തക്കാളിപ്പൂ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. മണിതൂങ്ങണ പോലെയുള്ള തക്കാളിപ്പൂക്കളായിരുന്നില്ലേ? അപ്പം നമുക്കത് പൂത്ത് തക്കാളിയായി കിട്ടി. നമുക്കൊരു 3-4 തക്കാളി നമ്മുടെ പഴുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ വിളവെടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഗരിമ നമുക്ക് കാണാം. വാ. അതിനെന്തിനാ ക്ലാസ്സൊക്കെ വെച്ചേക്കണം? ഞങ്ങൾ അങ്ങനെയാണ്, ഞങ്ങൾ കുടുംബക്കാരായിട്ട് അങ്ങനെയാണ്. കണ്ണ് കാണൂല്ലേ ചേട്ടന്? അന്ധനാണോ ചേട്ടൻ? നീ കണ്ടാ നമ്മുടെ തക്കാളി കണ്ടാ? 2, 4, 6 തക്കാളി പാകമായിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്ന് തക്കാളി വാട്ടിയതും തക്കാളി എണ്ണയൊക്കെ ഇട്ട് ചട്ടിയിലിട്ട് സെറ്റപ്പായിട്ട് വാട്ടും. ഞാൻ തക്കാളി വാട്ടിയല്ല വെക്കാൻ നമ്മളെ. പിന്നെ എങ്ങനെ വെക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? അതൊന്നും പറയൂല. തക്കാളി ചാറാണോ? എനിക്കിഷ്ടമുള്ളത് നമ്മുടെ പ്രേക്ഷകർക്ക് അറിയണ്ടേ? ഇതാണ് ഊട്ടി തക്കാളി. ഒരുപാട് വളമൊക്കെ കിട്ടുമെന്ന്, പോഷകാഹാരമൊക്കെ കിട്ടുമെന്നും പറഞ്ഞാലും തക്കാളി വെച്ചത് ഒന്നും കൊടുത്തില്ല. വെറുതെ പച്ചവെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക. പിന്നെ നോക്കിയേ, തക്കാളി. ചീരയൊക്കെ വെള്ളം എടുത്തിട്ട് ഇതെല്ലാം ചീരയൊക്കെ കഴിഞ്ഞ് ഇനി ഇപ്പുറത്ത് മുളകൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ ചെയ്യും. പിന്നെ ഇത്ര നാളായിട്ട് വെച്ച നമ്മുടെ മധുരക്കിഴങ്ങില്ലേ, അതൊന്നും ആയിട്ടില്ല. അത് ചിലപ്പോൾ 2-3 മാസമൊക്കെ കഴിയാൻ നേരത്ത് ആകുമായിരിക്കും. അത് പറിക്കാൻ നേരത്ത് ഞാൻ വിളവിടാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ ബൈ.